സുഖല്ലേ? ആരും ഓർഡർ ചെയ്ത സാധനം വന്നേ വാങ്ങിക്കും. അത് ഞാൻ തരാം. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. നിങ്ങൾക്ക് യാത്രകൾ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരല്ലേ? ഞാൻ അങ്ങനെ തന്നെയാണ്. ഞാൻ അതുകൊണ്ട് ദിവസവും യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഞാൻ യാത്ര ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ നിന്നാണ് പൈസ പോകാറ്. പക്ഷെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എനിക്കാണ് ഇങ്ങോട്ട് പൈസ കിട്ടാറ്. ബിക്കോസ് ഞാനൊരു ഫുഡ് ഡെലിവറി ബോയ് ആണ്. യാത്ര ചെയ്ത് ഫുഡ് കൊണ്ടുകൊടുത്ത് പൈസ ഉണ്ടാക്കുന്ന ആൾ. ശ്വേത മാം, ഹായ്. ഹലോ മാമിന് മട്ടനാണോ ഇഷ്ടം? കോഴിയാണോ കഴിക്കാൻ ഇഷ്ടം? ഇപ്പൊ ഒരു കോഴീന്റെ സ്വാദാണ് ഇപ്പൊ. അതെ, ഇനി കഴിക്കുമ്പോ എന്നെ കൂടി വിളിക്കണം കേട്ടോ. അതെ, എന്തിന്? അല്ല, നമുക്കൊരു അങ്ങനെ ഞാൻ നിങ്ങൾ ആണ്. അക്വസ്റ്റാർ പാത്തികളും ക്ലാമ്പുകളും. അക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്സ്, മറ്റെല്ലാം ചുമ്മാ. ഹായ് കുട്ടിയാക്കി, ഹായ് മൂത്തകിൽ, ഹായ് ശ്രീവിദ്യ, ഹായ് എലീന, ഹായ് അജിത് ബ്രോ, ഹായ് വാൻലൈസ്, സോറി ആലീസ്. ഫുഡ് ഡെലിവറി ബോയ് ഉണ്ട്, പെട്ടെന്ന് വാൻലൈസ് പോലെ ഫീൽ ചെയ്തു. ഹായ് സൂപ്പർ ഹീറോസ്. ഞാൻ എന്നെ പറ്റി പറയുമ്പോ എന്റെ പ്രണയത്തെ പറ്റി വേണം പറയാൻ. എന്റെ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഴിമന്തിക്കൊപ്പം കിട്ടുന്ന തക്കാളി ചട്നി പോലെയാണ്. ഞാനിത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, പക്ഷെ ആരും കഴിക്കുന്നില്ല. ഫുള്ള് റിജക്ഷൻസോളാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ കുഴിമന്തി ഉണ്ടല്ലോ, നമ്മുടെ ദൃശ്യം സിനിമയായിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഇങ്ങനെയാന്നല്ലേ, ദൃശ്യം സിനിമയില് ഫുള്ള് കുഴിമാന്തലാണല്ലോ കഥ. ദൃശ്യം 3 ഭാഗമുണ്ട്. 1-ാം ഭാഗം ഷവായി വിത്ത് കുഴിമന്തിയാണ്, കാരണം അതിൽ വരും ഷവാവുന്നുണ്ട്. ദൃശ്യം 2 ലെഗ് പീസ് വിത്ത് കുഴിമന്തിയാണ്. ആസ് പെർ ദ DNA പ്രകാരം ഈ ലെഗ് പീസ് വരേണ്ടതല്ല. ദൃശ്യം 3 എന്ന് പറയുന്നത് ചെസ്റ്റ് പീസ് വിത്ത് കുഴിമന്തിയാണ്, കാരണം ജോർജ് കുട്ടിയുടെ ഹൃദയത്തിന്റെ ഉള്ള ഇമോഷനിലൂടെയാണ് ആ പടം കടന്നു പോകുന്നത്. എന്തിനാരെ പറയുന്നു, നമുക്ക് ഈ ഫുഡുകൾക്ക് അവാർഡ് വരെ കൊടുക്കാം. മികച്ച ജനപ്രിയ നടനായിട്ട് ദോശ. 365 ദിവസവും ബ്രേക്ക്ഫാസ്റ്റിന് അമ്മ വീട്ടിലുണ്ടാക്കിയ വിഭവനിലയിലാണ് ദോശയ്ക്ക് ജനപ്രിയ നേടിയത്. മികച്ച പിന്നണി പ്രവർത്തകനായിട്ട് പുട്ട്. ഒരുപാട് പിന്നിന്ന് കുത്ത് കിട്ടിയതിനു ശേഷമാണ് പുട്ടിയ അവാർഡിന് അർഹനായത്. പുട്ടിന് അവാർഡ് കൊടുക്കുന്നത് കട്ടപ്പ. പിന്നെ മികച്ച സ്റ്റണ്ട് മാസ്റ്റർ ആയിട്ട് ചക്കക്കുരു. വീട്ട് ചക്കക്കുരു, ഡൂ നത്തിങ്. പിന്നുള്ള സ്റ്റണ്ടൊക്കെ ചക്കക്കുരു വെയിറ്റ് നടത്തി. നമ്മൾ ഈ ഫുഡ് ഡെലിവറിക്ക് അങ്ങോട്ട് ഇറങ്ങുമ്പോ നമ്മളെ പോലെ യുവാക്കളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഞങ്ങൾക്ക് ആദ്യം കിട്ടുന്ന കസ്റ്റമേഴ്സ് ഫുള്ള് ലേഡീസ് ആയിരിക്കും, ഗേൾസ് ആയിരിക്കും. ഈ ഗേൾസിന്റെ നെയിം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അലീന, അലീന, അലാന, അലീനി, ജിനി, ജെനി, റെനി, ഫെനി, ടിനി, മിനി, സിനി, ബിനി, ബിൻസി, ജിൻസി, ഐഷ, അമിന, അജിന, ബാത്തു, അച്ചു, ഗച്ചു, ലച്ചു, വെച്ചു, ജിയ, റിയ, ലിയ, മിയ, സിയ, നിയ, മായ, ലയ, ജയ, ദിയ, ദിയ, ദീപ. അങ്ങനെ ദീപാവലി പോലെ കളർഫുൾ ആയിരിക്കും ഞങ്ങളുടെ ഡെലിവറി ലൈഫ് എന്ന് പറയുന്നത്. പക്ഷെ ഒരു 1.5 മാസം കഴിഞ്ഞ് ഞങ്ങൾ ഇതിലോട്ട് ഇന്നായെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭവാനി അമ്മ, ദിവാകരേട്ടൻ, നാരായണേട്ടൻ, അഖിൽ കവല്ലൂര്, എലീന അമ്മാമ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് 60-ന് മുകളിലുള്ള ആൾക്കാരായിരിക്കും. ഒരു ഉപകാരവും ഇല്ല, ഞങ്ങൾക്ക് 5 പൈസ ടിപ്പും തരില്ല. ഈ ടിപ്പിന്റെ കേസ് പറഞ്ഞപ്പോഴാണ് ഞാനൊരു ദിവസം ഒരു കസ്റ്റമറിന് ഫുഡ് കൊണ്ട് കൊടുത്തു. അപ്പൊ ഞാൻ ചോദിച്ചു, സാർ എനി ടിപ്സ്? അപ്പൊ ആള് പറഞ്ഞു, നിനക്ക് ടിപ്പ് വേണോ? അപ്പൊ പറഞ്ഞു, ആ ടിപ്പ് കിട്ടിയാ കൊള്ളാം. അപ്പൊ ഞാൻ എന്നിട്ട് ആള് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഭയങ്കര സന്തോഷത്തോടെ ആളുടെ വീടിൻ്റെ ഉള്ളിൽ കയറി ചെന്നു. വീടിൻ്റെ ഉള്ളിൽ കയറി ചെന്നപ്പോഴാണ് എനിക്ക് ആ ചതി മനസ്സിലായത്. അങ്ങനെ ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആയിരുന്നു. 10 രൂപ ടിപ്പ് പ്രതീക്ഷ എനിക്ക് അങ്ങേര് 10 കൊല്ലം ജീവിക്കാനുള്ള ടിപ്പാണ് നിന്ന നിൽപ്പിൽ തന്നത്. ഒരു മണി പ്രതീക്ഷ പോയി എനിക്ക് കിട്ടിയ ഒരു കെണിയായിരുന്നു അത്. അവസാനം ആൾ എന്നോട് പറയാ, ജോസേ നീ ഡെലിവറി ജോബ് ഉപേക്ഷിക്കടാ, PSC കോച്ചിങ്ങിന് ചേരാൻ. PSC കോച്ചിങ്ങിന്റെ റാങ്കിങ് ലിസ്റ്റിലുള്ളവർ തന്നെ ഇപ്പൊ ഡെലിവറി ബോയ്സ് ആണ്. ഇമോഷണൽ ഡാമേജ്. ഈ ഇമോഷന്റെ കേസ് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഡെലിവറി ബോയ്സ് ഏറ്റവും കൂടുതൽ സങ്കടം, മാനസികമായ സമ്മർദ്ദം അനുഭവിക്കുന്നത് എപ്പോഴാന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ വിശന്ന് വലഞ്ഞിരിക്കുന്ന സമയത്ത് ബിരിയാണി ഡെലിവറി ചെയ്യാൻ കിട്ടും. അപ്പൊ ആ ബിരിയാണിയുടെ മണം അടിക്കുമ്പോണ്ടല്ലോ, അതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ലൈഫിലെ ഏറ്റവും വലിയ ടോർച്ചർ. എന്നിട്ട് ഞങ്ങൾ ഈ ഓർഡറൊക്കെ കൊണ്ടു കൊടുത്തതിന്റെ വീട്ടിലെത്തുമ്പോൾ ഞങ്ങളുടെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും റേഷനരി ചോറും സാമ്പാറും. ഇപ്പൊ ബിരിയാണിയുടെ മണം മൂക്കിൽ നിൽക്കണോണ്ട് ആ റേഷനരി ഞങ്ങൾക്ക് ബിരിയാണിയും മുരിങ്ങാക്കോല് ചിക്കൻ കാലാണ്. പക്ഷെ ഞങ്ങളെ അങ്ങനെയൊന്നും തളർത്താൻ പറ്റില്ല, ബിക്കോസ് വി ആർ സൂപ്പർ ഹീറോസ്. ഞങ്ങൾക്ക് അങ്ങനെ മഴക്കാലെന്നോ വേനൽക്കാലെന്നോ മഞ്ഞുകാലെന്നോ ഒന്നുമില്ല. എപ്പോഴും ഞങ്ങൾ ഫുൾ ഓൺ ആയിരിക്കും, ഓൺ ഡ്യൂട്ടി ആയിരിക്കും. മഴക്കാലത്ത് ഞങ്ങൾ അയൺമാൻ ആവും, വേനൽക്കാലത്ത് ഞങ്ങൾ
സ്പൈഡർമാൻ ആവും, മഞ്ഞുകാലത്ത് ഞങ്ങൾ ഐസ്മാൻ ആവും, രാത്രി കാലങ്ങളിൽ ഞങ്ങൾ ബ്ലാക്ക് മാൻ ആവും. അതായത് ഈ പാതിരാത്രി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ റോഡിൽ കാണുന്ന 2 ജീവികളാണ്, ഒന്ന് പട്ടിക്കുട്ടന്മാരും പിന്നെ ഞങ്ങൾ ഡെലിവറി കുട്ടന്മാരും. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര രക്തബന്ധമാണുള്ളത്. കാരണം എവിടെ കണ്ടാലും ഞങ്ങളെ കടിച്ചിട്ട് ഞങ്ങളുടെ ചോര ഊറ്റി കുടിക്കാണ്ട് ഉമ്മാര് വിടത്തില്ല. രാത്രി നല്ല സമാധാനത്തോടെ വണ്ടി ഓടിച്ച് പോകുമ്പോഴായിരിക്കും എവിടുന്നേലും ഉമ്മാര് പറഞ്ഞിട്ട് നമ്മളെ കടിക്കാൻ വേണ്ടി ഓടിക്കുന്നത്. മനസ്സിലെ ബർഗർ പിസ്സ മന്തി മുത്തപ്പ എന്നും പറഞ്ഞിട്ട് 100-110 ഒരു പെടയാണ്. ഈ പെടക്കണ സമയത്തായിരിക്കും നമ്മളോട് ഗൂഗിൾ മാപ്പ് പറയാ പ്ലീസ് സ്റ്റാൻഡ് ടേക്ക് റൈറ്റ് എന്ന്. എന്റെ പൊന്നു ഗൂഗിൾ ചേച്ചി, ഞാനപ്പോ വലത്തോട്ട് എടുത്ത എന്നെ തെക്കോട്ട് എടുക്കേണ്ടി വരും. ആദ്യം ജീവൻ രക്ഷാപ്രവർത്തനം, അതിനുശേഷമേ ഉള്ളൂ ഫുഡ് ഡെലിവറി എന്ന് പറയുന്നത്. ഞങ്ങൾ ഈ ഫുഡ് ഡെലിവറിക്ക് പോകുമ്പോൾ ഞങ്ങളുടെ വീട്ടുകാർക്ക് അറിയില്ല ഞങ്ങളുടെ എക്സാക്ട് ലൊക്കേഷൻ, പക്ഷെ കസ്റ്റമർക്ക് അറിയാം ഞങ്ങളുടെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാന്ന്. കാരണം ഞങ്ങളുടെ ലൈവ് ആയിട്ടുള്ള ലൊക്കേഷൻ കസ്റ്റമറിന്റെ ആപ്പിൽ ഉണ്ടായിരിക്കും. ഇന്നാളൊരു ദിവസം കസ്റ്റമർ എന്നെ വിളിച്ചു, നീ എവിടെ എത്തിയെന്ന്. ഞാൻ സാർ എത്തി, 5 മിനിറ്റ് ഞാൻ എത്തിക്കൊണ്ടിരിക്കും, വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയെന്ന്. അപ്പൊ കസ്റ്റമർ എന്നോട് പറയാ, കഴിഞ്ഞ് 15 മിനിറ്റ് ആയിട്ട് നീ നിന്ന് നടത്തുന്ന ഇറങ്ങിയിട്ടില്ല എന്നുള്ള ഈ ആപ്പ് കാണിക്കണേ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനൊരു ഡെലിവറി റോക്കറ്റ് ആണെന്നും എന്റെ ഓരോ ചലനങ്ങളും വീക്ഷിക്കുന്ന ശാസ്ത്രജ്ഞന്മാരാണ് ഈ കസ്റ്റമേഴ്സ് എന്നും. അപ്പൊ നമ്മുടെ ഈ ഡെലിവറി ലൈഫിലെ ഏറ്റവും വലിയ കഷ്ടപ്പാടെന്ന് പറയുന്നത് നമ്മൾ ഈ എക്സാക്ട് ലൊക്കേഷനിൽ ചെന്നിട്ട് വീട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ചില കസ്റ്റമേഴ്സ് വീടിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങത്തേ ഇല്ല. അപ്പൊ നമ്മളവരെ വിളിക്കും, അപ്പൊ അവർ ചില ലാൻഡ് മാർക്കുകൾ പറഞ്ഞു തരും. ഹലോ സാർ, ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ പറയും, ബ്രോ എന്റെ വീടിനെ ഒരു ഗേറ്റ് ഉണ്ടെന്ന്. ഞാൻ നോക്കുമ്പോ അവിടെ എല്ലാ വീടിനും ഗേറ്റ് ഉണ്ട്. പിന്നെ ചിലർ പറയും ഗേറ്റ് മാത്രല്ല മതിലും ഉണ്ടെന്ന്. ഈ മതിലില്ലാണ്ട് എങ്ങനെയാ ഗേറ്റ് പണിയണത് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. പിന്നെ വേറെ ചിലർ പറയും നോക്കൂ തെങ്ങ് കാണാനുണ്ടോ. എന്റെ പൊന്നു സാർ, ഇത് കേരളാണ്, കേരളത്തിലെ എല്ലായിടത്തും തെങ്ങാണ്. പിന്നെ വേറെ ചിലർ പറയും ആകാശത്ത് നോക്കും ഒരു അമ്പിളിമാമനെ കണ്ടു, അതിന്റെ അടിയിൽ എന്റെ വീട്. ഞാൻ നോക്കുമ്പോ അമ്പിളിമാമ എന്റെ തലയുടെ മുകളിലാണ് നിൽക്കണേ. അങ്ങനെ ആകാശത്തെ നക്ഷത്രങ്ങളും എന്റെ ചുറ്റുള്ള നക്ഷത്രങ്ങളും എണ്ണിയിട്ടാണ് ഒരു 5 സ്റ്റാറിന് വേണ്ടി ഞങ്ങൾ ഈ ഓർഡർ ഡെലിവറി ചെയ്യുന്നത്. ഈ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർ ഞങ്ങൾക്ക് ഒരു റിവ്യൂ ഇടും, ഫുഡ് ഈസ് ഗുഡ്, ഡെലിവറി ബോയ് ഇസ് നോട്ട് ഗുഡ് എന്നും പറഞ്ഞു. ചില കസ്റ്റമേഴ്സ് ഉണ്ട്, അവരുടെ വീട് മുകളിലായിരിക്കും, തൊട്ടടിയിലായിരിക്കും ഹോട്ടല്, പക്ഷെ എന്നാലും അവർ ഡെലിവറി ആപ്പിൽ ഓർഡർ ചെയ്തിട്ട് ഫുഡ് കഴിക്കുന്നു. നമ്മൾ ഈ ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്തുണ്ടല്ലോ, നമുക്ക് ഫുഡ് ആയി എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരും. ആ മെസ്സേജിന്റെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെയാണ്, ഫുഡ് ആയി ആവും. നിങ്ങൾക്ക് ഇനി വീട്ടിലിരിക്കുമ്പോ അമ്മോടും വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഫുഡ് അടിക്കാറായോ അമ്മേ. അമ്മ തിരിച്ച് നിങ്ങളെ എന്നാട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം. അപ്പൊ നിങ്ങൾക്കറിയാം ഡെലിവറി ആപ്പ് മാത്രമല്ല ഓർഡർ ചെയ്യുന്ന ആപ്പ് ഉണ്ട്, അതെന്റെ ഉണ്ട്, പക്ഷെ ഞാൻ ഓർഡർ ഒന്നും ചെയ്യാറില്ല. അപ്പൊ നിങ്ങൾക്കറിയാം ഇപ്പൊ നമ്മുടെ ഡാറ്റ ഭയങ്കരമായിട്ട് ചോർന്നുണ്ട്. നമ്മൾ എന്ത് ചാറ്റ് ചെയ്യുന്നു, എന്ത് സെർച്ച് ചെയ്യുന്നു, അതിന് സജഷൻ ആയിട്ടായിരിക്കും ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്, ഇൻസ്റ്റാഗ്രാം റീൽസും നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് വരിക. ഇന്നാള് ചെറിയ നെഞ്ചുവേദന വന്നപ്പോൾ ഞാൻ നമ്മുടെ ഗൂഗിളിൽ കയറിയിട്ട് ചെസ്റ്റ് പെയിൻ ഒന്ന് സെർച്ച് ചെയ്തു. അപ്പൊ തന്നെ ഗൂഗിൾ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, അറ്റാക്ക് നീ തട്ടി പോകാറായിരുന്നു. അപ്പൊ തന്നെ ഫുഡ് ആപ്പ് നോട്ടിഫിക്കേഷന്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു, ട്രിങ് ട്രിങ് ചെസ്റ്റ് പേ എടുത്തിരിക്കുകയാണോ എങ്കിൽ അൽഫാമിന്റെ ഒരു ചെസ്റ്റ് പീസ് ഓർഡർ ചെയ്താലോ. എന്നാള് ഞാൻ ഒരു സാരി എടുത്തിട്ട് അതിന്റെ ഫോട്ടോ എടുത്തിട്ട് കൂട്ടുകാരനെ അയച്ചു കൊടുത്തു. അവൻ ചോദിച്ചു ഇത് ആർക്കാടാന്ന്. അപ്പൊ ഞാൻ മോനെ എന്റെ പെങ്ങളിലടാ അവക്കാടാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഫുഡ് ആപ്പിന്റെ മെസ്സേജ് വന്നു, ട്രിങ് ട്രിങ് പെങ്ങൾക്ക് സർപ്രൈസ് കൊടുക്കാൻ ഒരു അവക്കാടോ ഷെയ്ക്ക് എടുത്താലോ. ഇതുപോലെ തന്നെ ഞാൻ ഇന്നാളെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ കയറിയിട്ട് ഒരു മോഡലിന്റെ ഫോട്ടോയ്ക്ക് ഹോട്ട് എന്ന് കമന്റ്. അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ വന്നു, ഫുഡ് ആപ്പ് എന്നല്ല ജോയോ റൂം ബുക്കിംഗ് ആപ്പ്. ഹോട്ടായിരിക്കുകയാണോ, ചില്ലാൻ വേണ്ടി റൂം ബുക്ക് ചെയ്താൽ 25% ഓഫ് ഉണ്ടെന്ന്. പക്ഷെ അവർക്കറിയില്ലല്ലോ ഞാൻ അഖിൽ ബ്രോ എന്ന് അത്രക്കാരിലാന്ന്. ബിക്കോസ് ഞങ്ങൾ സിംഗിൾ ആണ്, മൊരട്ട് സിംഗിൾ. ഒരു മിനിറ്റ്, ഒരു നോട്ടിഫിക്കേഷൻ വന്നു, സിംഗിൾ എന്ന് പറഞ്ഞപ്പോ ഫുഡ് ആപ്പിന്റെ നോട്ടിഫിക്കേഷൻ. സിംഗിൾ ആയിരുന്നു എടുത്തെങ്കിൽ ഡബിൾ ഓംലെറ്റ് ഓർഡർ ചെയ്തു. അപ്പൊ ഞാൻ പോയിട്ട് ആ ഡബിൾ ഓംലെറ്റ് അടിച്ചിട്ട് തരാം. പോണേറ്റ് മുമ്പേക്ക് നിങ്ങളൊന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ സന്തോഷത്തിന് ഫുഡ് ഓർഡർ ചെയ്യുക, ഞങ്ങളുടെ സന്തോഷത്തിന് ടിപ്പ് തരിക. ടിപ്പ് മുഖ്യമെങ്കിൽ ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദി ജോക്സ്. പൂക്കി ജോസ് സൈനിങ് ഓഫ്. ലവ് യു. ജോസ് സൂപ്പർ സൂപ്പർ. ഭയങ്കര ചില്ലായിട്ടാണ് എല്ലാ കാര്യങ്ങളും. ഒരുപാട് കാര്യങ്ങൾ അഗെയിൻ റിലേറ്റ് ചെയ്യാൻ പറ്റി നമ്മളെല്ലാവർക്കും. യെസ്, ടിപ്പ് കൊടുക്കാറില്ല, അങ്ങനത്തെ ഒരു സെൽഫ് റിയലൈസേഷൻ എനിക്കും വന്നു. ഐ എം ഷുവർ എവറിബഡി. ഇല്ല, ഞാൻ സ്റ്റാർസ് കൊടുക്കും, പക്ഷെ ഒരു ടിപ്പ് കൊടുക്കും. എന്നെ കളിയാക്കുമായിരുന്നു എന്റെ ഫ്രണ്ട്സ്. ഞാൻ കൊടുക്കും, അപ്പൊ എന്നെ കളിയാക്കുന്ന ഒരു 30 രൂപയെങ്കിലും കൊടുക്കടാ എന്ന് പറയുമ്പോ എനിക്ക് ചില സമയത്ത് മഴയത്ത് ഞാൻ ഓർഡർ ചെയ്യില്ല. നീ ഓർക്കണ്ടോന്ന് അറിയില്ല, എനിക്ക് മഴയത്ത് ഓർഡർ ചെയ്യാൻ ഭയങ്കര സങ്കടം. കാരണം ഞാൻ വിചാരിക്കുന്നത് അറിയോ, അയ്യോ അവര് നനഞ്ഞു വരണ്ടേ,
അത് എനിക്ക് ഭയങ്കര ഫീലിംഗ് ആണ്. പക്ഷെ വേറൊരു പോയിന്റ് നോക്കുമ്പോൾ അവരാ മഴയത്തും ചെയ്യുന്നത് അവർക്ക് അന്ന് കിട്ടുന്ന ഒരു ശമ്പളത്തിന് ജോലിയാണ്. അതെ, പക്ഷെ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര വിഷമോ. ബ്രോ റിയൽ ലൈഫിൽ ഡെലിവറി പോയാണല്ലേ? ആ ഡെലിവറി. അയ്യോ ഞാൻ വിചാരിച്ചത് ആക്ട് ചെയ്തതാണ്. ആ സത്യത്തില് ഞാൻ ഡെലിവറി പോയിട്ട് ആക്ട് ഞാനും അങ്ങനെ വിചാരിച്ചേ. ഞാൻ പറയാൻ പോയതാണ്. ശരിക്കും പറഞ്ഞ ഡെലിവറി ബോയുടെ അതേ ഒരു ക്യാരക്ടർ പിടിച്ച് നിങ്ങൾ എന്തായാലും സ്റ്റാൻഡപ്പ് കോമഡി ആയിട്ട് ചെയ്തു പറയാവുന്നതാണ്. പക്ഷെ ഈ ഒരു ആശയത്തിലെ കറക്റ്റ് എന്തൊരു പെയിൻ കിടപ്പുണ്ട്. ഹ്യൂമന്റെ ഇടയിലും ആ ഒരു പെയിൻ ഉണ്ടായിരുന്നു. അതാണ് ജോസ് എങ്ങനെയാ ഈ ഒരു ജോലിയിൽ നിന്ന് സ്റ്റാൻഡപ്പ് കോമഡിയിലേക്ക് വന്ന എങ്ങനെയായിരുന്നു അത് സ്റ്റാൻഡപ്പ് കോമഡി അല്ല, നമുക്ക് ആർട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഇത് ഫീൽഡിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫീൽഡ് ഇത് തിരഞ്ഞെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ടൈം പരിപാടി നമുക്ക് ഇഷ്ടമുള്ള പോടാം, ഇഷ്ടമുള്ള ഈ പറഞ്ഞ പോലെ എഴുതാം, വർക്ക് ചെയ്യാം. ഇപ്പോൾ എവിടേക്ക് ഇപ്പോൾ അവിടെ വരുമ്പോൾ നമുക്ക് ഇത്ര നേരം ഗ്രൂമിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആരുടെ ലീവോ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇഷ്ടത്തിന് ജോലി ചെയ്യാം, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുകയും ചെയ്യാം. വേറെ ആശയങ്ങളായിട്ട് പറഞ്ഞു കേട്ടോ. തീർച്ചയായിട്ടും ഫുഡ് ഡെലിവറി മാത്രമേ തീരുന്നുള്ളൂ, കോമഡി ഡെലിവറി. അത് പറയാൻ വേണ്ടിയിട്ടാണ് ജോസ്. ഇത് ജോസിന്റെ ഒരു ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ സെൽഫ്. പക്ഷെ ഇനിയും ഒരുപാട് ആശയങ്ങൾ നമ്മൾ കേൾക്കാൻ വെയിറ്റ് ചെയ്യാണ്. കോമഡി മാസ്റ്റേഴ്സ് നിങ്ങളെ വെൽക്കം ചെയ്യുകയാണ്. കം സൂൺ. തീർച്ചയായിട്ടും വരും. താങ്ക് യു. അപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുക്കാം അല്ലേ? ഇനി ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മൾ വീണ്ടും കണ്ടിരിക്കും. കാണും.